പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചയാണ്. അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി നെച്ചിക്കുണ്ട് ഭാഗം അല്ലേ, തൊട്ടുപുറകിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാഴ്ചകളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാനുണ്ട്. അപ്പോൾ എൻ്റെ പുറകിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തരാൻ പറ്റിയൊരു ടീമുണ്ട്. അവരായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ഹിസ്റ്ററി എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നിങ്ങൾ ഭാഗത്ത് പ്രതീക്ഷിക്കുകയാണ്? എന്താ സതിലെ ഉത്സവം നമ്മൾ പറഞ്ഞു, അതെങ്ങനെയാണ്, എന്ത് രീതിയിൽ? 250 വർഷം മുമ്പ് നടന്നിരുന്നൊരു അമ്പലം കാര്യങ്ങളും ഞങ്ങളെ പൂർവികരായിട്ട് കൊണ്ടുവരുന്നു. 250 വർഷം അച്ഛന്മാർ കൊണ്ടുവരുന്നിരുന്ന ഒരുമയോടെ കൊണ്ടുവരുന്നിരുന്ന ഒരു ഉത്സവമാണ്. അന്ന് ഈ ശ്രീന്റെ അച്ഛനൊക്കെ അവിടുന്ന് വരും, ബാബുവിന്റെ അമ്മ അവിടുന്ന് എല്ലാരും കൂടി ഒത്തൊരുമയിൽ നടന്ന് ഈ പറമ്പ് മുഴുവൻ കച്ചവടക്കാരുണ്ട്. ഇപ്പൊ അത് സൃഷ്ടിച്ച് ചെറുതായി വന്ന് ഞങ്ങളെ പുരോഗതിയിലേക്ക് രണ്ടാമത് ക്ഷേത്രം ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. അതായത് മുൻകാലങ്ങളിൽ വലിയ ഉത്സവമായിരുന്നു ഈ പറമ്പിൽ മുഴുവൻ കച്ചവടം. ഇപ്പൊ അത് പിന്നീട് പിന്നീട് അമ്പലം ഇങ്ങനെ പൊളിഞ്ഞാടി പോയി, ഡൗൺ ആയി ഇപ്പൊ ഇനി അത് റിക്കവർ ചെയ്ത് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ. നമ്മുടെ ഗ്രാമങ്ങളിൽ ഇതുപോലൊക്കെയുള്ള വിശ്വാസങ്ങളും ഉത്സവങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. നമ്മളെ നാടിന്റെ ഐശ്വര്യത്തിനൊക്കെ പ്രധാനമാണല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എന്താണ് ഇതിന്റെ പേര് ആയിട്ട്? കൊല്ലപ്പറമ്പിൽ ദേവീക്ഷേത്രം എന്ന് പറയും. കൊല്ലപ്പറമ്പിൽ ദേവീക്ഷേത്രം കുടുംബക്ഷേത്രമാണ്. കുടുംബക്ഷേത്രം 14 വീട്ടുകാർ ഒരുമിച്ച് നടത്തുന്ന. അപ്പൊ ഏത് ഫാമിലി? ആ ഫാമിലി നെയിം ഉണ്ടാവോ? കുടുംബത്തിന് പേരുണ്ട്? കൊല്ലപ്പറമ്പ്. ഓക്കെ, എനിക്കാണ് തെറ്റിയത്. കൊല്ലപ്പറമ്പിൽ ഫാമിലിയുടെ അല്ലെ, കുടുംബക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട്. പക്ഷെ ഞങ്ങള് നാട്ടുകാരെല്ലാരും ഇവരൊക്കെ കമ്മിറ്റി അംഗങ്ങളാണ്. ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു പരിപാടി. ഓക്കെ. നിങ്ങളെ പേര് രാജൻ അല്ലേ? പുറത്ത് ശ്രീനേട്ടൻ. ഞങ്ങളെ പൂർവികമായ ബന്ധുവാണ്. ഞങ്ങളെ പഴയ പരിപാടിക്ക് വരെ അച്ഛന്മാര് വന്നിരുന്ന. അപ്പുറത്തുള്ള ആളെ പേര്? അപ്പുറത്തുള്ള ബാബുരാജ്. ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. ഇവരൊക്കെ ഓല അച്ഛൻ നമ്മൊക്കെ ഇവിടെ എല്ലാ പരിപാടിക്കും പഴയ കാലത്ത് വന്ന് നടത്തി പോയിരുന്ന. ഇനി നമ്മൾ 4 പേരിൽ ഒരാളെ പേര് നമ്മൾ ചോദിച്ചിട്ടില്ല. നിങ്ങളെ പേരെന്തായിരുന്നു? ഇവരെ പേരെന്താ? സേതാലിക്കുട്ടി ഞങ്ങളെ കുടുംബത്തിലെ അംഗമാണ്. പഴയ കാലം മുതൽ ഇവിടെയാണ് അവന്റെ വീട്. രണ്ടത്താണിക്ക് താമസം രണ്ടത്താണി. അപ്പൊ സേതാലിക്കുട്ടി ചെയ്യുന്ന റോൾ എന്തൊക്കെയാണ് ഇവിടെ? സേതാലിക്കുട്ടിയാണ് ഇപ്പൊ ഇവിടുത്തെ നമ്മളെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. സദ്യ വളരെ ഗംഭീരമായ സദ്യ, പായസം ഒക്കെ നല്ല സൂപ്പർ സദ്യ. രാവിലെ പ്രതിഫലം ഒന്നും പറ്റാതെ വരണാവും. അങ്ങനെ പഴയ ഒരു പാരമ്പര്യം പോലെ, ഒരു കർമ്മം പോലെ അമ്പലത്തിനടുത്ത് തന്നെ താമസിക്കുന്നു. ഓക്കെ. അപ്പൊ ഇനി മറ്റുള്ള കാര്യം, ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ഉത്സവ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് കലശം എഴുന്നള്ളിച്ച് വരും. അവിടുന്ന് വരും നെച്ചുകൊണ്ടുവന്ന്. അവരെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നേരം പോകും. നമ്മളെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ പോയി സ്വീകരിക്കും. സ്വീകരിച്ചിട്ട് അവർ ഒന്നിച്ച് വരും. പിന്നെ അത് കഴിഞ്ഞ ഒരു വരവുണ്ട്, ഒരു തെയ്യം ഒക്കെ കൂടിയായിട്ട് ശ്രീന്റെ നേതൃത്വത്തിൽ അങ്ങനെ കണ്ടില്ലേ? എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ പ്രേക്ഷകരിലേക്ക് അതൊക്കെ എത്തിക്കും. ഈ വീഡിയോയുടെ പുറകിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് ഈ വീഡിയോയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ കർമ്മങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ആരാ? മോഹനൻ രണ്ടത്താണി. നമുക്കറിയാം. അതെ. അപ്പോൾ അവരാണിത് ചെയ്യുന്നത്. പിന്നീട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കലശം കൊണ്ടുവന്നാൽ പിന്നെ പൂജകളും കാര്യങ്ങളും, പിന്നെ രീതി തർപ്പണം, കലങ്കരി, പൊങ്കാല, അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങള് പൂർവികമായി നടത്തി വന്നിരുന്ന ആചാരങ്ങളൊക്കെ അതേമാതിരി തന്നെ പിന്തുടരണം. ഓക്കെ. പിന്നെ ഈ നമ്മളപ്പത്തെ ശിങ്കാരിമേളം പോലൊക്കെയുള്ള അങ്ങനെ കോട്ടക്കൽ പ്രസാദ് ടീമിന്റെ വാദ്യമേളങ്ങൾ, അവരെല്ലാം കൂടെ അവരകമ്പടിയോട് കൂടെ ആയിരിക്കും. അത് എത്ര മണിക്കാ? അത് 8 മണിക്ക് ഇവിടെ കയറും. 8 മണിക്ക് കയറും. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അത് പ്രതീക്ഷിക്കട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ വരവുണ്ട്. അതെവിടെ നിന്ന് വരിക? അത് തോമ്പിൽ ബാബു. ഈ ശ്രീന്റെ നേതൃത്വത്തിൽ നമ്മളവിടുന്ന്. ഓക്കെ. നെച്ചിക്കൊണ്ട് തന്നെ വരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഏകദേശം കാര്യങ്ങൾ. അപ്പൊ ഇത് 250 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് അച്ഛന്മാരൊക്കെ കൊണ്ടുവരുന്ന ആചാരം. അത് സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിൽ തന്നെയാണല്ലോ. പിന്നെ വിഭജിച്ച് അതങ്ങനെ പേരക്കുട്ടികളും മക്കളും പേരക്കുട്ടികളായിട്ട് വലിയൊരു ടീമായി മാറുക. എല്ലാവരും യോജിച്ച് കുടുംബങ്ങളൊക്കെ ഐക്യത്തോടെ കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പൊ അതില് നമ്മള് വിശ്വാസപ്രകാരം നമുക്ക് ഓരോരോ അത് അങ്ങനെ അതാ ഞാൻ ഉദ്ദേശിച്ചത്. കൊടുങ്ങല്ലൂരും. ഓക്കെ. പിന്നെ ഞങ്ങള് ഗുരുകാരണന്മാരൊക്കെ ഉണ്ട്. മുന്നോട്ട് പോകുന്ന
അപ്പൊ എന്തായാലും ഞാൻ ഇത്രയും വിശദമായിട്ട് ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ചുമ്മാ ഒരു കാഴ്ച ജനങ്ങളിലേക്ക് എത്തിച്ചാൽ പോരാ, അതെന്തായിരിക്കണം, എന്താണ് ഈ നാടിന്റെ ഹിസ്റ്ററി, കാരണം ഇതൊക്കെ അടങ്ങി പോകുന്നതാണ്. പലതൊക്കെ നമ്മൾ പുതിയ ജനറേഷൻ അറിയുന്നില്ല. നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, നമ്മളെ പൂർവികർ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. അപ്പൊ അന്ന് അവർ കൊണ്ടാടുന്ന ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും മറന്നു പോകാൻ പാടില്ല, പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ. അപ്പൊ നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് കാണുന്ന ആളുകൾക്ക് അതിനൊക്കെയാണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കണ്ണറിഞ്ഞ് പോയാലും അത് അവിടെ തന്നെ ഭദ്രമായിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ ശ്രീനേട്ടാ, എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇപ്പോ നമ്മളിപ്പോ ഓർമ്മ വെച്ച നാള് മുതൽ ഇപ്പൊ കുറെ ആയിട്ട് പരിപാടികളൊക്കെ മുടങ്ങി കിടക്കായിരുന്നു. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നല്ല സജീവമായിട്ട് തന്നെ ഇവിടെ തന്നെ കൊല്ലം കൊല്ലം പരിപാടികൾ, താലപ്പൊലി മഹോത്സവം നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും ഇതിൽ സഹകരിച്ച് നമ്മളും നാട്ടുകാരും ഒക്കെ തന്നെ വളരെ സൗഹാർദ്ദത്തില് നമ്മുടെ നാടിന്റെ പ്രത്യേകത അങ്ങനെയാണല്ലോ, സൗഹാർദ്ദത്തിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടത്തി പോവാറ്. വളരെ ഉഷാറായിട്ട് തന്നെ നടത്തുക. ഇപ്പൊ ഈ നോമ്പായതുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ കാണാത്ത നോമ്പ് തുറക്കുന്ന സമയം കൂടിയാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എത്തും. ഈ നോമ്പ് സമയത്താണ് ഇത് വന്നുകൊണ്ടാണ് കുറച്ചൊരാള് കുറവായത്. എല്ലാവരും അതെ, എല്ലാവരും ഒരുപാട് ആളുകള് മറ്റേപ്പോ നോമ്പ് എല്ലാ ദിവസമാണ് ഞാൻ ഉച്ചക്കൊക്കെ എല്ലാവരും കൂടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോണതാണ്. ഒന്നത് ഉണ്ടായിട്ടില്ല. എനിക്കും നഷ്ടമായ സദ്യ. ഇനിയിപ്പോ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എത്തും. വളരെ മത സൗഹാർദ്ദത്തോടു കൂടി നാടിന്റെ ഒരു ഉത്സവമായിട്ട് എല്ലാ കൊല്ലവും നടത്തി പോണാണ്. അത് ഇനിയും നല്ല രീതിയിൽ തന്നെ തുടർന്നു പോട്ടെ എന്നാണ്. എല്ലാവരുടെ ഭാഗത്തുള്ള സഹായ സഹകരണങ്ങൾ ഇനിയും തുടരട്ടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലൊക്കെ തന്നെ നിലനിർത്തി പോരേണ്ടതുണ്ട്. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ലൊരു കൂട്ടായ്മയും കൂടിയാണ് തീർച്ചയായിട്ടും ഉത്സവം. തീർച്ചയായിട്ടും. അടുത്തത് ബാബുരാജേട്ടൻ, ബാബുരാജ് എന്നാണ് പേരല്ലേ? അപ്പോ എന്താണ് നിങ്ങളെ ഒരു അനുഭവം പറയും? എന്താ വെച്ചാല് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതേപോലുള്ള ക്ഷേത്ര ആചാരങ്ങളും ഇതേപോലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതുപോലുള്ള ഉത്സവങ്ങളും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചെറുപ്പം മുതലേ അപ്പോൾ ഞാനിവിടെ ചെറിയ കാലം മുതൽ തന്നെ ഇവിടെ വരുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒന്ന് തകർന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പുനരുദ്ധരിച്ച് വന്നു, നല്ല രീതിയിൽ വന്നു. അപ്പോൾ ഇത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആചാരങ്ങളും കലകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ എല്ലാ ഇതിലും സഹകരിച്ച് നല്ല രീതിയിലും എല്ലാ നാട്ടുകാരും മൊത്തം ഒരുമിച്ച് ഈ നാട്ടുകാരെ മൊത്തം സഹകരിച്ച് പോകുന്ന ഒരു ഇതാണ്, ആഘോഷമാണിത്. അപ്പോൾ ഈ ഒരു ചുറ്റുപാട്ട് ഈ പ്രദേശം ഉണ്ടല്ലോ, ഇവിടെ വേറെ ഇതേപോലുള്ള ഉത്സവങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇനിയും ഇത് ഇതേപോലെ മുന്നോട്ട് പോകണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുമ്പൊരു ഉത്സവം ഇവിടെ തൊട്ടടുത്ത് ചാരിക്കുത്ത് ഭാഗത്ത് എന്തായിരുന്നു പേര്? കരിമ്പുള്ളിക്കാവ്. അവിടെ ഉത്സവം നടക്കുന്നില്ല. അത് ഇതേപോലെ പഴയ കാലത്ത് ഒരു 10-30 വർഷങ്ങൾക്ക് മുന്നേ നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്ന ഒരു ഉത്സവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. തൊട്ടും മേലെ ഭാഗത്ത് തന്നെയായിരുന്നു. ഇപ്പൊ അത് അതേപോലെ ഒരു ആചാരങ്ങളോ കർമ്മങ്ങൾ മാത്രമാണ്, ഇതേപോലെ ഉത്സവ ആഘോഷങ്ങളൊന്നും നിലവിൽ അവിടെ ചെയ്യുന്നില്ല. കൊണ്ടു നടക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ആഘോഷമാണ് ഇപ്പൊ ഇവിടെ നാട്ടുകാരുടെ മൊത്തത്തിലൊരു സപ്പോർട്ടോട് കൂടെ എല്ലാം നടന്നുകൊണ്ട്. എന്തായാലും നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം എന്താണ്, ഇപ്പൊ ഞാൻ അത് ചോദിക്കാൻ കാര്യം തരാം. തൊട്ടടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ലേന്ന് ചോദിക്കാൻ കാര്യം ഞാനത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യത്തില് അതിൽപ്പെട്ട ആ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്ന അല്ല അത്തരം കാര്യങ്ങൾ മുമ്പിൽ ഇറങ്ങിയിരുന്ന ആളെ മരണത്തോടു കൂടെ അതങ്ങനെയാണ് എന്ത് ചെയ്യാണ്, അസ്തമിച്ചു പോവാണ്. പുതിയ തലമുറ അത് ഏറ്റെടുക്കാതെ പോകുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വരാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നല്ല വലിയ പ്രതാപത്തിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്, പിന്നെ അതൊന്നും ഇല്ലാതെ കുറച്ച് തളർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ നിങ്ങളൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് അത് വീണ്ടും എന്ത് ചെയ്യണം, സജീവമാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ നാടിന്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യട്ടെ, ഇതുപോലൊക്കെ തുടർന്നു പോകട്ടെ. അപ്പൊ ഓക്കെ, ഒരുപാട് സന്തോഷം. ഇനി എനിക്ക് നിങ്ങളെ മുഖ്യ എന്താ പറയാ പാചകക്കാരനോട് ചേർത്ത് സംസാരിക്കാം. പേരൊന്ന് പറഞ്ഞോളി. സെയ്താലിക്കുട്ടി. അപ്പൊ നിങ്ങള് ഇവിടെ ആയിരുന്നു ആദ്യം? അപ്പൊ നന്നായി ചെറുപ്പം മുതൽ ഇതൊക്കെ കണ്ട് പരിചയമുള്ള ഒരാളാണ്. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാളും കൂടി നിങ്ങളാണ് അല്ലേ? അപ്പൊ എന്താണ് വളരെ കാലമായിട്ട് മുടങ്ങി കിടന്നത്, പിന്നെ 12 വർഷമായിട്ട് പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എല്ലാവരും കൂട്ടായ്മയിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോവാണ്. അത് എല്ലാ മതങ്ങളും ഉണ്ടാവും ആ രീതിയിലാണ്. ഞാനൊരു അയൽവാസിയാണെങ്കിലും അത് നമ്മളെ ഒരു തൊട്ടടുത്തുള്ള ഒരു ദേവാലയം അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ ചർച്ച് ഇതെല്ലാം
നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഒരാളെ ആയിട്ടാണ് ഞാൻ ഇവിടെ കണ്ടത്. യെസ് യെസ്. നിങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിന്റെ പാചക കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്യുന്നത് പറഞ്ഞു. ചെയ്യുന്നു. പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ അത് നിങ്ങളെ മനസ്സിന്റെ മാനസിക സന്തോഷത്തിന് വേണ്ടി വളരെ നല്ല ഫുഡാണെന്നാ പറഞ്ഞിട്ടാ. അരിയും മറ്റൊക്കെ സംഭാവന ചെയ്തു. ആ അതായത് അരിയൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. ആ. നമ്മള് പാചകം മാത്രല്ല, ഇതിലേക്ക് വേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന സംഭാവനകളുണ്ട്, സഹകരണങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഓക്കെ, ഒരുപാട് സന്തോഷം. നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ തന്നെ ഐശ്വര്യത്തിൽ നിരന്ന് പോട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ കുട്ടിക്കാലം മുതൽ കാണാൻ തുടങ്ങിയതാണ്. അത് ഇനിയും അതുപോലെ തന്നെ തുടർന്ന് പോകട്ടെ. അപ്പൊ ഇനി നമുക്ക് അവിടെ കർമ്മങ്ങളൊക്കെ ആരംഭിക്കാൻ സമയമായി. അതിന് നമ്മൾ തടസ്സമാകാൻ പാടില്ലല്ലോ. ഇതിനേക്കാളും പ്രധാനമാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ നടക്കട്ടെ.